ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിക്കൻ്റെ എല്ല് കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ്റെ ഫ്ലഷൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം എല്ലുണ്ടാവില്ല, നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചിക്കൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ല് ബാക്കി വരും, ആ എല്ല് മാത്രമായിട്ട് എടുത്തിട്ട് കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതാണ് ഇന്ന് ഞാനിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ വിളമ്പട്ടെ. ഇതാണ് ചിക്കൻ്റെ എല്ല് കറി. ഇതിൻ്റെ കൂടെ ചപ്പാത്തി, പിന്നെ അതുപോലെ പൊറോട്ട, പിന്നെ പുട്ട്, അപ്പം, ഇടിയപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നോക്കാം. കുഴിവെള്ള ഒരു കടായിലേക്ക് മാംസം മാറ്റിയ ചിക്കൻ്റെ എല്ല് ചേർക്കാം. ഞാൻ ഒരു ചിക്കൻ്റെ മുഴുവൻ എല്ലുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. സ്ലൈസ് ചെയ്ത 2 വലിയ സവാള ഇതിലേക്ക് ചേർക്കാം. എരിവിനുള്ള പച്ചമുളകും പിന്നെ ഒരു വലിയ തക്കാളിയും സ്ലൈസ് ചെയ്തത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർക്കുന്നത്. ഇഞ്ചി കുറച്ച് കൂടുതൽ ചതച്ച് ചേർക്കണം. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ല് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ 4 കപ്പ് വെള്ളം ചൂടാക്കി എടുത്തതാണ്, അതാണ് ചേർക്കുന്നത് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ ലോ ടു മീഡിയം ഹീറ്റിൽ നമുക്ക് വേവിക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഏകദേശം പകുതി വറ്റിയിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ഗ്രേവിക്ക് ലൂസ് വേണോ അതനുസരിച്ച് വറ്റിച്ചെടുക്കുക. ഇതിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന എണ്ണ എല്ലിൽ നിന്ന് വന്നതാണ് കേട്ടോ. നമ്മളിതിലേക്ക് എണ്ണ ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. എല്ലിൻ്റെ ജ്യൂസാണ് ഈ വന്നിട്ടുള്ളത് ഇതിനകത്ത്. ഇനിയിപ്പോൾ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ അപാര രുചിയിലുള്ള ഈ ചിക്കൻ്റെ എല്ല് കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്